യോ നമ്മളൊരു കട തപ്പി അങ്ങ് കാൽപ്പാടർ വരെ പോയി. നമ്മളിപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളത്. അവിടുത്തെ സ്ഥലമാണ് കാൽപ്പാടർ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്രയും വലിയ സെറ്റപ്പൊന്നും ഞാൻ വിചാരിച്ചില്ല. ഒരു കൊച്ചു സിറ്റി എന്ന് തന്നെ പറയാം. എല്ലാ സാധനവും കിട്ടുന്നുണ്ട്, നല്ല തിരക്കും ഉണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, കട തപ്പിപ്പോയ കട കിട്ടിയില്ലെങ്കിലും മൊമോ കട കണ്ടു. മൊമോ കട കണ്ടപ്പോൾ എന്നാൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളൊരു സ്റ്റീം ചെയ്ത് ഒരു ഫ്രൈ ചെയ്ത് കേട്ടോ വാങ്ങിച്ചത്. ടേസ്റ്റ് എങ്ങനെ ഇവിടെ നോക്കാം. ഇവിടെ എല്ലാം വെജാണ് കിട്ടുന്നത്. ഇവിടെ ഒരു കൊച്ചു സിറ്റി ആട്ടോ. നമ്മൾ കാല് വെക്കുന്ന റോഡിലോട്ട്, അപ്പോൾ റോഡിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ മനുഷ്യനാണോ അതോ മൃഗങ്ങളാണോ തട്ടിയിട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാൽ ഈ പശുവൊക്കെ വന്ന് കടിച്ചെടുത്ത് തിന്നുകൊണ്ട് പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇയാളിങ്ങനെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മോമോ ഉണ്ടാക്കാം. മോമോ സ്റ്റീം ചെയ്യാൻ വെച്ചേക്കാണ്. സ്റ്റീം ചെയ്തതിന് ശേഷം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യം ഒരു സെറ്റ് തന്നു സ്റ്റീം ചെയ്തത്. ഓക്കെ ആയിരുന്നു കേട്ടോ. നമുക്കെല്ലാം നോൺ വെജ് കഴിച്ച് വെജ് കൂടെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം അതേ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വെച്ച് മിക്സ് ആയൊരായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചട്നി, നല്ല എരിവുള്ളൊരു ചട്നി, മയോനൈസും ബാലൻസ് ചെയ്യാനും തരും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇടും കേട്ടോ, ഉപ്പും ഇടും. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. നമ്മുടെ വിശപ്പും മാറും. ഇവിടെ എല്ലാവരും ഇങ്ങനെ കേട്ടോ, രാത്രി ഒരു സെറ്റ് മൊമോയോ ഒരു പാനിപ്പൂരിയോ കഴിക്കാതെ ഉറങ്ങുന്നവർ ചുരുക്കമായിരിക്കും. അങ്ങനെ അവർക്ക് ശീലമായിപ്പോയി. അപ്പോൾ നമ്മളും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ എന്നും കഴിക്കുന്ന ടേസ്റ്റിൽ നിന്ന് വെറൈറ്റി ഒരു ടേസ്റ്റ്. ഓരോരുത്തർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിയിലുള്ള ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു ടേസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൊമോ ഒക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് മറിയത്തെ ഓർത്ത് വിഷമം വന്നു. കാരണം അവൾ എൻ്റെ കൂടെ വന്നില്ല. താഴെ നിന്ന് അവിടുത്തെ കുട്ടികളോട് കളിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഓക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മൊമോ ഞാൻ വാങ്ങിച്ചില്ല. എന്ത് ഫുഡ് കഴിച്ചാലും അവൾക്ക് ചില സമയം ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് പേടിച്ചാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ സമോസ കഴിച്ച് വലിയ പ്രശ്നം ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ സമോസ വാങ്ങിച്ച് പാഴ്സൽ എഴുതുകൊണ്ടാണ് പോയത്. സമോസ അവിടെ ചൂടായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ നല്ലതാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ടാണ് പോയത്. എല്ലാം സൗണ്ടൊക്കെ അടിച്ചു പോകുന്നു. എല്ലായിടത്തും കൊച്ചു കടകളാട്ടോ. എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സമോസ വാങ്ങിച്ചപ്പോൾ അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗുജറാത്തിലെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. നമ്മുടെ ഗുജറാത്തിലെ വിശേഷം കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ watching. Bye.